പ്രിയ പ്ലസ് വൺ വിദ്യാർത്ഥികളെ, നമ്മളിന്ന് 7ാമത്തെ ചാപ്റ്ററിന്റെ അവസാനത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റുകളിൽ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ് അഥവാ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്? ഇത് എപ്പോഴാണ് ഒരു പ്രോഗ്രാമിനകത്ത് നമ്മൾ ഉപയോഗിക്കുക, ഈ സ്റ്റേറ്റ്മെന്റുകളുടെ വർക്കിംഗ് എങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പം അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഒരു പ്രോഗ്രാം, ലൂപ്പ് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു പ്രോഗ്രാം പരിചയപ്പെടാം. അതിനുശേഷം ലൂപ്പിന്റെ വർക്കിംഗ് വിശദമാക്കുന്ന ഒരു ആനിമേറ്റഡ് ഗ്രാഫിക്സ് ഈ ക്ലാസ്സിന്റെ അവസാന ഭാഗത്തുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ ക്ലാസ് മുഴുവനായും കാണുക. നമുക്ക് നേരെ ജീനി IDEയിലേക്ക് പോകാം. നമ്മൾ സാധാരണ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി നമ്മൾ ജീനി IDE ആണ് ഉപയോഗിക്കുന്നത്. IDE ഓപ്പൺ ചെയ്ത് നമുക്ക് പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് തുടങ്ങാം. നമ്മൾ സാധാരണ പ്രോഗ്രാമുകൾ ടൈപ്പ് ചെയ്യുന്ന പോലെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുക്കുക. ഹാഷ് ഇൻക്ലൂഡ് IOStream യൂസിങ് നെയിം സ്പേസ് std ഇൻറ്റ് മെയിൻ. ഇത്രയും എല്ലാ പ്രോഗ്രാമുകൾക്കും കോമൺ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇൻപുട്ടില്ല, ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം. ഡിക്ലറേഷൻസ് ഒന്നും വന്നിട്ടില്ല. ഹലോ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. ആ ഹലോ എന്ന് പറയുന്ന സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു COUT സ്റ്റേറ്റ്മെൻറ്റ് മാത്രം കൊടുക്കുന്നു. പ്രോഗ്രാം എൻഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രോഗ്രാം സേവ് ചെയ്യാം. നമുക്ക് ഓൾറെഡി hello.cpp എന്ന് പറയുന്ന ഒരു ഫയൽ നെയിമിൽ ഞാനിത് സേവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എഡിറ്റ് ചെയ്ത് നമ്മൾ ജസ്റ്റ് സേവ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിത് കമ്പൈൽ ചെയ്യാം, ബിൽഡ് ചെയ്യാം. അതിനുശേഷം നമ്മളിത് എക്സിക്യൂട്ട് ചെയ്യുന്നു. നമുക്ക് ഹലോ എന്ന് പ്രിൻ്റ് ചെയ്ത് കിട്ടുന്നു. ഇനി നമുക്ക് ഈ ഹലോ എന്ന് പറയുന്ന സ്ട്രിങ് ഒരു 10 തവണ പ്രിൻ്റ് ചെയ്യണമെങ്കിലോ നമ്മൾ എന്താണ് സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുക, ഈ COUT സ്റ്റേറ്റ്മെൻറ്റ് 10 തവണ എഴുതിയാൽ മതി അല്ലേ? നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഒന്ന് എഴുതി നോക്കാം. ഇപ്പോൾ നമ്മൾ 10 തവണ COUT സ്റ്റേറ്റ്മെൻറ്റ് ഈ പ്രോഗ്രാമിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കമ്പൈൽ ചെയ്യുന്നു, ബിൽഡ് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. നമുക്ക് 10 തവണ ഹലോ എന്ന് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒരുമിച്ച് ഒറ്റ ലൈനിലാണ് പ്രിൻ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ലൈനുകളിൽ പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് /n എന്ന് പറയുന്ന ആ ഒരു ന്യൂ ലൈൻ ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അടുത്ത ലൈനിലേക്ക് പ്രിൻ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് ഹലോ എന്ന് പറയുന്ന സ്ട്രിങ് പല ലൈനുകളിലായിട്ട് ഡിസ്പ്ലേ ചെയ്ത് കിട്ടി. ഇനി ഇതേ പ്രോബ്ലത്തിൽ തന്നെ നമ്മൾ 100 തവണ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ 1000 തവണ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞാൽ, അപ്പോൾ നമുക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണ്. 10 തവണ പ്രശ്നമില്ലായിരുന്നു, പക്ഷേ 1000 തവണ എന്നോ അല്ലെങ്കിൽ 100 തവണ എന്നൊക്കെ പറയുമ്പോഴത്തേനും ഇത് വീണ്ടും വീണ്ടും ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്ന ടൈം കൺസ്യൂമിംഗ് ആണ്. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് C++ നമുക്ക് തന്നിരിക്കുന്ന ഒരു ടെക്നിക്കാണ് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റുകൾ അഥവാ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ. ഒരേ കാര്യം അല്ലെങ്കിൽ ഒരേ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നിൽ കൂടുതൽ തവണ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയാണത്. നമുക്ക് ഒരു ലൂപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നോക്കാം. ഇവിടെ ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം, ഈ COUT എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അത് പല തവണ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലൂപ്പ് കൺസ്ട്രക്റ്റ് ഇവിടെ കൊടുക്കുകയാണ്. ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിന് 1 I എന്ന് പറയുന്ന വേരിയബിളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1 എന്ന് പറയുന്ന വാല്യൂ വെച്ച് ഇനീഷ്യലൈസ് ചെയ്തു. അതിനുശേഷം ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതുകയാണ്, while I less than or equal to 10. ഒരു ബ്ലോക്കിനുള്ളിൽ ഹലോ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്പ്ലേ ചെയ്യുന്നു. I എന്ന് പറയുന്ന വേരിയബിൾ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. I++ എന്ന് പറയുന്ന ആ ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷം ആ ബ്ലോക്ക് ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം.
നമ്മൾ നേരത്തെ 10 സി ഔട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത അതേ കാര്യം തന്നെ ഇപ്പോൾ ഒറ്റ സി ഔട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ സി ഔട്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് 10 തവണ എക്സിക്യൂട്ട് ചെയ്തു. i1 എന്ന് പറയുന്ന വാല്യൂവിൽ തുടങ്ങി i10 ആകുന്നത് വരെ i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആകുന്ന ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ഈ ലൂപ്പിനുള്ളിൽ കയറുകയും ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഓരോ തവണ ഐയുടെ വാല്യൂ 1 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ ചെറിയൊരു മോഡിഫിക്കേഷൻ നമുക്ക് വരുത്തി നോക്കാം. നമുക്ക് ഈ വാല്യൂ ഓഫ് ഐ ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം, എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പം നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും സാധ്യതയുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത്, നിങ്ങൾ പറയാൻ സാധ്യതയുള്ള ഒരു ഉത്തരം എന്തായിരിക്കും? ഐ 10 തവണ പ്രിൻ്റ് ചെയ്യും എന്നായിരിക്കാം. കാരണം നമ്മൾ നേരത്തെ ഹലോ എന്ന് പ്രിൻ്റ് ചെയ്തപ്പോൾ 10 തവണ ഹലോ കിട്ടുകയാണ് ചെയ്തത്. പക്ഷേ നിങ്ങൾ ഔട്ട്പുട്ട് നോക്കൂ, എന്താണ് സംഭവിച്ചിരിക്കുന്നത്, എന്താണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടിയിരിക്കുന്നത് നോക്കുക. 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ പ്രിൻ്റ് ചെയ്തു. ഇവിടെ മറ്റൊന്നുമല്ല നമ്മൾ ചെയ്തത്, ഈ ഐ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ ആണ് ഓരോ തവണയും പ്രിൻ്റ് ചെയ്യുന്നത്. ഈ ലൂപ്പിനുള്ളിൽ ഐ എന്ന് പറയുന്ന വാല്യൂവിന് മോഡിഫിക്കേഷൻ വരുന്നത് കൊണ്ട്, അത് ഓരോ തവണയും 1 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ഓരോ തവണയും സി ഔട്ട് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ ഡിഫറൻറ്റ് വാല്യൂ ഓഫ് ഐയുടെ വ്യത്യസ്തമായിട്ടുള്ള വാല്യൂസാണ് ഇവിടെ പ്രിൻ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ലൂപ്പ് എന്ന് പറയുന്നത്, ലൂപ്പിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് ചില സ്റ്റേറ്റ്മെൻറ്റുകൾ പലതവണ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റുകളാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ അഥവാ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റുകൾ. നമ്മൾ പ്രോഗ്രാമിൽ കണ്ടതുപോലെ ഈ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത് they are special statements that perform the repeated execution of a set of statements. കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുക, അതാണ് നമ്മൾ കണ്ടത്. ഈ ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു വേരിയബിൾ ആണെന്ന് നമ്മൾ കണ്ടു അല്ലേ, അതിനെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്നാണ് നമ്മൾ പറയുക. സോ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഈസ് വെരി സിഗ്നിഫിക്കൻറ്റ്. ഇനി നമ്മൾ 3ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് ലൂപ്പിന് 4 കോമ്പോണന്റുകൾ ഉണ്ട് എന്ന് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് 4 കോമ്പോണന്റുകൾ? ഇനീഷ്യലൈസേഷൻ ഓഫ് ദ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ, ടെസ്റ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് കണ്ടീഷൻ, ബോഡി ഓഫ് ദ ലൂപ്പ് ആൻഡ് അപ്ഡേഷൻ ഓഫ് ദ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ഇങ്ങനെ 4 സ്റ്റേറ്റ്മെന്റുകളാണ് അല്ലെങ്കിൽ 4 കോമ്പോണന്റുകളാണ് ഒരു ലൂപ്പിനുള്ളത്. ഇനി C++ല് അല്ലെങ്കിൽ 3 തരം ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റുകളാണുള്ളത്. ഒന്ന് വൈൽ ലൂപ്പ്, 2 ഫോർ ലൂപ്പ്, 3 ഡു വൈൽ ലൂപ്പ്. നമുക്ക് ആദ്യം വൈൽ ലൂപ്പ് എന്താണെന്ന് നോക്കാം. ഇതാണ് വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ്. നമ്മൾ സിൻടാക്സ് ഏത് ലൂപ്പിൻ്റെ ആണെങ്കിലും എഴുതാൻ ആകെ നമുക്ക് വേണ്ടത് ഈ ലൂപ്പിൻ്റെ കോമ്പണൻറ്റുകൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞാൽ മാത്രം മതി. എല്ലാ ലൂപ്പിനും നമ്മൾ പറഞ്ഞു 4 കോമ്പണൻറ്റുകളാണുള്ളത്. ഒന്ന് ഇനീഷ്യലൈസേഷൻ ഓഫ് ദ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ, 2 ടെസ്റ്റ് എക്സ്പ്രഷൻ, 3 ബോഡി ഓഫ് ദ ലൂപ്പ് ആൻഡ് 4 അപ്ഡേഷൻ ഓഫ് ദ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. അപ്പോൾ ഇവിടെ വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ് നമ്മൾ എഴുതുമ്പോൾ ഇനീഷ്യലൈസേഷൻ ഓഫ് ദ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ, അതിനുശേഷം വൈൽ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുക, ബ്രാക്കറ്റിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ എഴുതുക, അതിനുശേഷം ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ലൂപ്പ് ബോഡി വരുന്നുണ്ട്, അതിന് ആ ബോഡിക്കുള്ളിൽ തന്നെ അപ്ഡേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിളും ഉണ്ട്. ഇതാണ് 4 ഭാഗം. ഇതിൻ്റെ വർക്കിംഗ് ഇങ്ങനെയാണ്. ഇനീഷ്യലൈസേഷൻ ഓഫ് ദ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇഫ് ദ കണ്ടീഷൻ ഇസ് റിട്ടേണിംഗ് ട്രൂ വാല്യൂ ദ ബോഡി ഓഫ് ദ ലൂപ്പ് വിൽ ബി എക്സിക്യൂട്ടഡ്. അതിനുശേഷം ഈ കൺട്രോൾ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യുകയും തിരിച്ച് കണ്ടീഷനിലേക്ക് വരികയും ചെയ്യുന്നു. വീണ്ടും കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നു, ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദ ലൂപ്പ്, അതിനുശേഷം കൺട്രോൾ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ അത് ഇൻക്രിമെൻറ്റേഷൻ ആവാം, ഡിക്രിമെൻറ്റേഷൻ ആവാം. ഈ അപ്ഡേഷൻ നടക്കുന്നില്ല എങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? വൺസ് ബോഡി ഓഫ് ദ ലൂപ്പിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് പോകില്ല, കാരണം കണ്ടീഷൻ ഒരിക്കലും ഫോൾസ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ അപ്ഡേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആകുന്ന ഒരു സമയം വരുമ്പോൾ
സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്സൈഡ് ദ ലൂപ്പ് വിൽ ബി എക്സിക്യൂട്ടഡ്. അതായത് കൺട്രോൾ പുറത്തേക്ക് പോകുന്നത് കണ്ടീഷൻ ഫോൾസ് ആകുമ്പോഴാണ്. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ കാണാം. നേരത്തെ നമ്മൾ പ്രോഗ്രാം ചെയ്ത അതേ എക്സാമ്പിൾ തന്നെയാണ്. അവിടെ ഐ എന്ന വേരിയബിളിന് പകരം ഇവിടെ നമ്മൾ കെ എന്ന് ഉപയോഗിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് ഞാൻ നമ്പർ ഓഫ് ഐട്രേഷൻസ്, എത്ര തവണ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് റിഡ്യൂസ് ചെയ്തിട്ടുണ്ട്, നമ്പർ 3ലേക്ക് ചുരുക്കിയിട്ടുണ്ട്. അപ്പോൾ വൈൽ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്നതുള്ളതാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കെ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നതാണ് ഇനീഷ്യലൈസേഷൻ ഓഫ് ദ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വൈൽ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. 3ൽ താഴെയാണെങ്കിൽ ലൂപ്പിനുള്ളിൽ കയറുക. അതാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, രണ്ടാമത്തെ കോമ്പോണൻറ്റ്. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ലൂപ്പിനുള്ളിലേക്ക് വരുന്നു. സി ഔട്ട് ലെസ് ദാൻ കെ ലെസ് ദാൻ \n എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് കെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. പ്ലസ് കെ എന്ന് പറയുന്ന ആ ഇൻക്രിമെൻറ്റേഷൻ ഓപ്പറേഷൻ അവിടെ പെർഫോം ചെയ്യുന്നു. വീണ്ടും തിരിച്ച് ടെസ്റ്റ് എക്സ്പ്രഷനിലേക്ക് പോകും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത് അൺടിൽ ദ കണ്ടീഷൻ ബിക്കംസ് ഫോൾസ്. കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ വാട്ട് ഹാപ്പൻസ്, ദ കൺട്രോൾ ഗോസ് ഔട്ട് ഓഫ് ദ ലൂപ്പ്. അപ്പോൾ ഇതിനകത്ത് 4 കോമ്പണൻറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റണം. ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്, ടെസ്റ്റ് എക്സ്പ്രഷൻ ഏതാണ്, ബോഡി ഓഫ് ദ ലൂപ്പിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്നുണ്ടോ, അതുപോലെ തന്നെ അപ്ഡേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്. ഇത് നമുക്കൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ഗ്രാഫിക്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ആരോ മാർക്ക് കൺട്രോളിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഫസ്റ്റ് ഈ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റ് കെ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുകയും കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനിൽ 1 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ടെസ്റ്റ് കണ്ടീഷനിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല, ഔട്ട്പുട്ടുകളൊന്നും പ്രിൻറ്റ് ചെയ്തിട്ടില്ല. വൈൽ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, അപ്പോൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് അതാണ്. ടെസ്റ്റ് കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നു. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ട്രൂ ആയിട്ട് കിട്ടുന്നു. ലൂപ്പിനുള്ളിലേക്ക് കയറുന്നു. സി ഔട്ട് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 1 എന്ന് പറയുന്ന വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നു. അത് കഴിഞ്ഞ് കൺട്രോൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകുന്നു. കെ ഇൻക്രിമെൻറ്റ് ചെയ്യപ്പെടുന്നു. പ്ലസ് കെ എന്ന് പറയുമ്പോൾ കെയുടെ വാല്യൂ 1ൽ നിന്ന് 2ലേക്ക് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു. കെ ബിക്കംസ് 2. ഓക്കെ, ഇതാണ് മെമ്മറി ലേഔട്ട്. ഇനി അടുത്ത എന്താണ് സംഭവിക്കുക, വീണ്ടും തിരിച്ച് ടെസ്റ്റ് കണ്ടീഷനിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പോൾ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത്. അത് ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ വീണ്ടും ലൂപ്പിനുള്ളിലേക്ക് കയറുക. ഔട്ട്പുട്ട് 2 എന്നുള്ളത് പ്രിൻറ്റ് ചെയ്യുന്നു. വീണ്ടും കെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. കെയുടെ വാല്യൂ 3 ആകുന്നു. അതിനുശേഷം വീണ്ടും തിരിച്ച് ടെസ്റ്റ് കണ്ടീഷനിലേക്ക് പോകുന്നു. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, അവിടെയും ട്രൂ എന്ന് പറയുന്ന വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. ലൂപ്പിനുള്ളിലേക്ക് കയറും. സി ഔട്ട് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ദ വാല്യൂ 3 വിൽ ബി ഡിസ്പ്ലേഡ്. വീണ്ടും കെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. നൗ ദ വാല്യൂ ഓഫ് കെ ബിക്കംസ് 4. തിരിച്ച് ടെസ്റ്റ് കണ്ടീഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്നാണ് ഇപ്പോൾ ടെസ്റ്റ് കണ്ടീഷൻ. നമുക്കറിയാം 4 3നേക്കാൾ ചെറുതല്ല, ഈക്വലും അല്ല. അതുകൊണ്ട് ഫോൾസ് എന്ന് പറയുന്ന വാല്യൂ, അതായത് നമുക്ക് 0 എന്ന് പറയുന്ന വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. ഫോൾസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0 എന്ന് പറയുന്ന വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. ആൻഡ് ദ കൺട്രോൾ വിൽ ഗോ ഔട്ട്. ഇനിയിപ്പോൾ നമ്മൾ സി ഔട്ട് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവില്ല. ഇവിടെ നിന്ന് കൺട്രോൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക്, ലൂപ്പിന് ശേഷമുള്ള സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ് തിരിച്ചു പോവുക. ഇങ്ങനെയാണ് ലൂപ്പുകൾ വർക്ക് ചെയ്യുന്നത്. വൈൽ ലൂപ്പ് ഈ ഒരു രീതിയിൽ വർക്ക് ചെയ്യുന്നു. ഇതുപോലെ തന്നെയാണ് മറ്റ് ലൂപ്പുകളും വർക്ക് ചെയ്യുക. നമുക്ക് അടുത്ത ഒരു ലൂപ്പിലേക്ക് പോകാം. അടുത്ത ഡു വൈൽ ലൂപ്പാണ്. ഡു വൈൽ ലൂപ്പിലെ വ്യത്യാസം നമ്മൾ വൈൽ ലൂപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇവിടെ 4 കോമ്പണൻറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനീഷ്യലൈസേഷൻ ഓഫ് ദ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഉണ്ട്. പിന്നെ തൊട്ടടുത്ത ലൈനിൽ ഡു എന്ന് പറയുന്ന കീവേഡാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പൺ ചെയ്യുന്നു. ബോഡി ഓഫ് ദ ലൂപ്പ്, അപ്ഡേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഒക്കെ വരുന്നുണ്ട്. ആൻഡ് ലാസ്റ്റാണ് വൈൽ ടെസ്റ്റ് എക്സ്പ്രഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത, നമ്മൾ കൺട്രോള് എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോൾ ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ടും ബോഡി ഓഫ് ദ ലൂപ്പിലേക്ക് കയറുകയാണ്. ടെസ്റ്റ് കണ്ടീഷൻ ഒന്നും ഇവാലുവേറ്റ് ചെയ്യാതെ തന്നെ ബോഡി ഓഫ് ദ ലൂപ്പിലേക്ക് കയറുന്നു. ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ലൂപ്പ് കൺട്രോൾ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യുന്നു. അതിനുശേഷമാണ് കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ട്രൂ ആണ് കിട്ടുന്നതെങ്കിൽ തിരിച്ച് വീണ്ടും ബോഡി ഓഫ് ദ ലൂപ്പിലേക്ക് തിരിച്ചു പോകുന്നു. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. എപ്പോഴാണ് കണ്ടീഷൻ ഫോൾസ് ആകുന്നത് ആ സമയത്ത്
ലൂപ്പിന് പുറത്തേക്ക് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസം, കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത് അറ്റ് ദ എൻഡാണ്, ലൂപ്പിൻ്റെ അവസാന ഭാഗത്താണ്. വൈൽ ലൂപ്പിൽ കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത് തുടക്കത്തിലാണെങ്കിൽ, ലൂപ്പിൻ്റെ ബിഗിനിങ്ങിലാണെങ്കിൽ, ഡു വൈൽ ലൂപ്പിൽ കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത് ആ ലൂപ്പിൻ്റെ അവസാന ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ ഈ ലൂപ്പിനെ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്നാണ് പറയുന്നത്. നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിലെ ലൂപ്പുകളെ കുറിച്ച് പഠിച്ചപ്പം എൻട്രി കൺട്രോൾഡ് ലൂപ്പുകളെ പറ്റിയും എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പുകളെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഈ എൻട്രി കൺട്രോൾഡ് ലൂപ്പും എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പും തമ്മിലുള്ള ഡിഫറൻസുകളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എൻട്രി കൺട്രോൾഡ് ലൂപ്പിൽ കണ്ടീഷൻ ഈസ് ഇവാലുവേറ്റഡ് ഇൻ ദ ബിഗിനിങ്, എക്സിറ്റ് കൺട്രോൾ ലൂപ്പിൽ കണ്ടീഷൻ ഈസ് ഇവാലുവേറ്റഡ് അറ്റ് ദ എൻഡ്. എൻട്രി കൺട്രോൾ ലൂപ്പിൽ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമെന്ന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. പക്ഷേ ഇവിടെ ഡു വൈൽ ലൂപ്പിൽ നിങ്ങൾ നോക്കുക, അതൊരു എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ആയതുകൊണ്ട് ഡയറക്റ്റ് ലൂപ്പ് ബോഡിയിലേക്കാണ് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ കൺട്രോൾ എത്തിപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തവണയെങ്കിലും ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും എന്ന് ഒരു ഗ്യാരണ്ടി ഈ ലൂപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വൈൽ ലൂപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എഴുതിയ അതേ എക്സാമ്പിൾ തന്നെ നമുക്ക് ഇവിടെയും എഴുതാം. ആകെ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഈ ഡു വൈൽ വന്നിരിക്കുന്നതാണ്. ആ വൈലിൻ്റെ പൊസിഷനിൽ വന്ന മാറ്റമാണ്. അവസാന ഭാഗത്തേക്കാണ് വൈൽ വന്നിരിക്കുന്നത്. അവിടെ ഒരു സെമി കോളനും കൂടി ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ ഒരു ലൂപ്പാണ് ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. ഫോർ ലൂപ്പിൽ കുറച്ച് ഡിഫറൻ്റ് ആണ്, അതിൻ്റെ സിൻറ്റാക്സ് തന്നെ കുറച്ച് ഡിഫറൻ്റ് ആണ്. അവിടെ ഫോർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനോട് കൂടെ തന്നെയാണ് ഇനീഷ്യലൈസേഷനും ടെസ്റ്റ് എക്സ്പ്രഷനും അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റും വന്നിരിക്കുന്നത്. ഈ ഫോർ ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഇൻസൈഡ് ദ ബ്ലോക്ക് ബോഡി ഓഫ് ദ ലൂപ്പ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ ലൂപ്പുകളിലും ഒരു തവണ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ടെസ്റ്റ് എക്സ്പ്രഷനും അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റും പല തവണ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പം ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യുന്നു, അതിനുശേഷം എക്സ്പ്രഷൻ ടെസ്റ്റ് ചെയ്യുന്നു, ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം വീണ്ടും അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ് പോകുന്നത്. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നു, ബോഡി ഓഫ് ദ ലൂപ്പിലേക്ക് വരുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നു. എപ്പോഴാണോ ടെസ്റ്റ് കണ്ടീഷൻ ഫെയിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യുന്നത്, ആ സമയത്ത് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് ഔട്ട്സൈഡ് ദ ലൂപ്പ്, കൺട്രോൾ ഈസ് ട്രാൻസ്ഫേർഡ് ടു സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് ഔട്ട്സൈഡ് ദ ലൂപ്പ്. ഓക്കെ, ദിസ് ഈസ് ഹൗ ദ ഫോർ ലൂപ്പ് ബിഹേവ്സ്. ഇപ്പോൾ നമുക്ക് പഠിക്കേണ്ടത് സിൻറ്റാക്സ് പഠിക്കണം, ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരു എക്സാമ്പിൾ എഴുതാനോ ഒക്കെ പഠിക്കുക. നമ്മുടെ ഫോക്കസ് പോയിൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളൂ നമുക്ക്. ഇനി ഞാൻ ഒരു എക്സാമ്പിളും കൂടെ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. വൈൽ ലൂപ്പിൽ നമ്മൾ എഴുതിയ അതേ പ്രോഗ്രാം, ഇൻറ്റ് കെ ഈസ് ഈക്വൽ ടു 1, വൈൽ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, സി ഔട്ട് ലെസ് ദാൻ കെ ലെസ് ദാൻ /t ഓർ /n ആവാം, ++ k. ഈ ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിനെ ഫോർ ലൂപ്പിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഒരു ലൂപ്പിൽ എഴുതിയത് നമുക്ക് മറ്റൊരു ലൂപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഫോർ ലൂപ്പിൽ എഴുതിയത് വൈൽ ലൂപ്പിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്, ടെസ്റ്റ് എക്സ്പ്രഷൻ ഏതാണ്, അതുപോലെ തന്നെ ബോഡി ഓഫ് ദ ലൂപ്പിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്, അപ്ഡേഷൻ ഏതൊക്കെ ഉണ്ട് എന്നുള്ളതും ആദ്യം മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിൻറ്റാക്സ് നമുക്കറിയാമെങ്കിൽ ആ സിൻറ്റാക്സിൻ്റെ ഫോർമാറ്റിലേക്ക് അല്ലെങ്കിൽ ആ സിൻറ്റാക്സിലേക്ക് ഇതിനെ മാറ്റിയാൽ മതി. ഇപ്പോൾ നമുക്ക് നോക്കുക, നമുക്കിത് ഫോറിലേക്ക് മാറ്റാം. അപ്പോൾ ഫോറിലേക്ക് മാറ്റുമ്പോഴത്തേന് ഇൻറ്റ് കെ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫസ്റ്റ് പാർട്ടിലേക്ക് വരും. ഓക്കെ, ഇനി അടുത്തത് ടെസ്റ്റ് കണ്ടീഷനാണ് വരേണ്ടത്. ഇവിടെ ടെസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. അത് ആ ഫോർ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സെൻറ്റർ പാർട്ടിലേക്ക് രണ്ടാമത്തെ കോമ്പണൻ്റായിട്ട്, രണ്ടാമത്തെ ഭാഗമായിട്ട് വരും. ഇനി അപ്ഡേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈ ലൂപ്പിൻ ബോഡിയിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ലൂപ്പ് ബോഡിയിൽ നിന്നും ഫോർ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരാൻ പോവുകയാണ്. ഇപ്പോൾ ++ k എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഫോർ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലാസ്റ്റ് പാർട്ടായിട്ട് വന്നു. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ വന്നു, 4 ഇൻറ്റ് കെ ഈസ് ഈക്വൽ ടു 1, കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, ++ k. അതിനുശേഷം നമ്മൾ കേളി ബ്രേസ് ഓപ്പൺ ചെയ്യുന്നു, ബോഡി ഓഫ് ദ ലൂപ്പിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകൾ ബാക്കിയുണ്ടോ അതെല്ലാം കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ബോഡി ഓഫ് ദ ലൂപ്പ് ക്ലോസ് ചെയ്യുന്നു വിത്ത് എ ക്ലോസിംഗ് ബ്രേസ്. അപ്പോൾ ഇങ്ങനെയാണ് വൈൽ ലൂപ്പിനെ ഫോർ ലൂപ്പിലേക്കും, അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ റിവേഴ്സ് പ്രോസസ്സ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഫോർ ലൂപ്പിനെ വൈൽ ലൂപ്പിലേക്കും ഒക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. വൈലും ഡു വൈലും തമ്മിലുള്ള കൺവേർഷൻ എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടും ഇല്ല.
വൈൽ എന്ന് പറയുന്ന ഭാഗം വരുന്നിടത്ത് വെറുതെ ഡു എന്ന് എഴുതുക. വൈലിന് താഴെ ആ ബോഡി തീരുന്നിടത്ത് ആ കേളി ബ്രേസ് വരുന്നിടത്തേക്ക് മാറ്റിയിട്ട് ഒരു സെമി കോളനും കൂടി ഇട്ട് കഴിഞ്ഞാൽ വൈൽ ലൂപ്പായിട്ട് മാറുകയും ചെയ്യും, ഡു വൈൽ ലൂപ്പായിട്ട് മാറുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ 3 ലൂപ്പുകളെ പറ്റി പഠിച്ചു. ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. ഈ 3 ലൂപ്പുകളും തമ്മിൽ നമ്മളൊന്ന് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഫോർ ലൂപ്പ് ഒരു എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്, വൈൽ ലൂപ്പും ഒരു എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്, ഡു വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് ഒരു എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ്. എൻട്രി കൺട്രോൾഡ് ലൂപ്പും എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പും എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ വ്യത്യാസം എന്താണെന്ന് നമുക്കറിയാം. ഇനി രണ്ടാമതൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഫോർ ലൂപ്പില് ഇനീഷ്യലൈസേഷൻ ഇസ് ഡൺ അലോങ് വിത്ത് ദ ലൂപ്പ് ഡെഫിനിഷൻ. അതേസമയം വൈൽ ലൂപ്പിലും ഡു വൈൽ ലൂപ്പിലും ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ലൂപ്പ് തുടങ്ങുന്നതിന് മുൻപാണ്. ഇറ്റ്സ് ഔട്ട്സൈഡ് ദ ലൂപ്പ് ആൻഡ് ഇൻ ഓൾ കേസസ് ദിസ് ഇനീഷ്യലൈസേഷൻ ഈസ് എക്സിക്യൂട്ടഡ് ഓൺലി വൺസ്. ഇനി മൂന്നാമതൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് അത് നമ്മൾ എൻട്രി കൺട്രോളിന്റെയും എക്സിറ്റ് കൺട്രോളിന്റെയും ഡിഫറൻസ് ആണ്. ഫോർ ലൂപ്പിന്റെ കേസിൽ there is no guarantee that the loop body will be executed. ഒരു തവണ പോലും ബോഡി എക്സിക്യൂട്ട് ചെയ്യുമെന്ന് ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ തുടക്കത്തിലെ ഫോൾസ് ആണെങ്കിൽ goes out of the loop and no statement inside the body of the loop will be executed. വൈൽ ലൂപ്പിന്റെയും സ്ഥിതി അത് തന്നെയാണ്. കണ്ടീഷൻ ടെസ്റ്റിംഗ് തുടക്കത്തിൽ തന്നെ ആയതുകൊണ്ട് കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്ത് ട്രൂ ആണെങ്കിൽ മാത്രമേ അതിനകത്ത് കയറുന്നുള്ളൂ. അതുകൊണ്ട് we cannot have the guarantee that the body of the loop will be executed. But in the case of do while loop നമ്മൾ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തവണയെങ്കിലും ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും എന്നൊരു ഗ്യാരണ്ടി ഈ ഡു വൈൽ ലൂപ്പിനുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ 3 ലൂപ്പുകൾ തമ്മിലുള്ള ഒരു കമ്പാരിസൺ. ലൂപ്പിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് സിൻടാക്സ് അറിഞ്ഞിരിക്കണം. സിൻടാക്സ് എഴുതാൻ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എക്സാമ്പിൾ എഴുതുന്നതിന് പ്രശ്നമില്ല. ഈ ഡിഫറൻസുകൾ നമ്മൾ ഓർത്ത് വെക്കുക. ലൂപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമുകളൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കണമെന്നില്ല. ഇനി അഥവാ ചോദിച്ചാൽ തന്നെ ഈ കൺവേർഷൻ പ്രോബ്ലംസ് ആയിരിക്കും. ഒരു ലൂപ്പിൽ എഴുതിയ കോഡിനെ മറ്റൊരു ലൂപ്പിലേക്ക് കൺവേർട്ട് ചെയ്യും. അത് നമ്മൾ ഡെമോൺസ്ട്രേഷനിൽ കണ്ടിട്ടുണ്ട്. ആ ഒരു ടെക്നിക്ക് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ കൺവേർഷൻസ് പെർഫോം ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ 7ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഡിസിഷൻ സ്റ്റേറ്റ്മെന്റും ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റുമാണ്. നമ്മൾ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കാതെ നമ്മൾ C++ പ്രോഗ്രാമിംഗിൽ കുറച്ച് സീരിയസ് ആയിട്ട് നോക്കുന്ന ഒരാൾക്ക് ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മോസ്റ്റ് ഓഫ് ദ പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുമ്പോൾ ഈ കൺസ്ട്രക്റ്റുകൾ, ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അടുത്ത വർഷം പ്രാക്ടിക്കലൊക്കെ ചെയ്യുമ്പോൾ ഇത് നമ്മൾ എന്തായാലും ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നല്ല രീതിയിൽ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററുമായിട്ട് വരാം. Till then, goodbye. Thank you for watching my video.